ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു കപ്പ് ഓട്സും ഒരു 4 മുട്ട ഉണ്ടെങ്കിലേ നല്ല പൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പോളം ഓട്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമുക്ക് ഡിന്നർ ആയിട്ടൊക്കെയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല ലഞ്ച് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ദാണ്ടേ 4 മുട്ട ഞാനൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് അതേപോലെ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി ഞാനൊരു ചോപ്പറാണ് എടുക്കുന്നത്. വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോ ഐറ്റമായിട്ട് അരിഞ്ഞെടുത്താലും മതി കേട്ടോ. അപ്പോൾ ചോപ്പറിലോട്ട് ഒരു സവാളേൻ്റെ പകുതി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് അരിഞ്ഞതുള്ളത് കൊണ്ട് അത് അങ്ങനെ തന്നെ ചേർക്കുകയാണ് കേട്ടോ. ഇനി അതുപോലെ ഒരു തക്കാളീൻ്റെയും പകുതി മാത്രമാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനൊരു 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നല്ല പൊടിയായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന ആ മുട്ടയും ഓട്സിലോട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിത് എളുപ്പ വഴി നോക്കിയതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ദാണ്ടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ കണ്ടോ നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ ഈ സമയം ബട്ടർ ചേർത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ആ മിക്സ് ഉണ്ടല്ലോ, ഓട്സും മുട്ടയും കൂടെ ചേർത്ത് അത് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ചിക്കിയെടുക്കണം. നല്ലപോലെ മുട്ടയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതുവരെയും ഒന്ന് ചിക്കിയെടുക്കണം. ആദ്യമൊക്കെ കുറച്ച് കുഴഞ്ഞ മട്ടായിരിക്കും മുട്ട വെന്ത് കിട്ടുന്നവരെ. പിന്നെ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നല്ല തരിതരിയായിട്ട് നമുക്ക് എല്ലാം കൂടെ കിട്ടും. അപ്പം ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ചിക്കിയെടുക്കാം. ഈ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്തോ, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം അധികം എണ്ണയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയാൽ മതി. ആണ്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല തരിതരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കിട്ടണം. മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും ഇതുപോലെ ആയി വരും കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ ദാണ്ടെ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുകയാണ്. ഇനി കുറച്ച് തണുത്ത് വരട്ടെ. അപ്പോൾ ദാണ്ടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ദാണ്ടെ ഞാനൊരു പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം ഇതിനോട് പ്രത്യേകിച്ച് ഒരു ഐറ്റവും വേണ്ട. നമുക്കിത് മാത്രം ഇങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഒരു റെസിപ്പിയുമായിട്ട്